ഇടുക്കി ജില്ലയെ സംബന്ധിച്ച വസ്തുതകൾ. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ജില്ലയാണ് ഇടുക്കി. റിപ്പബ്ലിക് ദിന വാർഷികത്തിൽ നിലവിൽ വന്ന കേരളത്തിലെ ജില്ലയാണ് ഇടുക്കി. തമിഴ് സംസാരിക്കുന്നവർ ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ലയും ഇടുക്കിയാണ്. ഏറ്റവും കൂടുതൽ കുരുമുളക് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് ഇടുക്കി. കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ മലനാട് പ്രദേശമുള്ളത് ഇടുക്കിയിലാണ്. ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ കേരളത്തിലെ ജില്ലയും ഇടുക്കിയാണ്. ജലവൈദ്യുതി ഉൽപാദനത്തിൽ സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനത്തുള്ള ജില്ലയാണ് ഇടുക്കി. കേരളത്തിൽ സമതല പ്രദേശം ഏറ്റവും കുറവുള്ള ജില്ലയാണ് ഇടുക്കി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മണ്ണൊലിപ്പ് നടക്കുന്ന ജില്ലയാണ് ഇടുക്കി. ഇന്ത്യയിലെ ആദ്യത്തെ ബാലസൗഹാർദ്ദ ജില്ലയാണ് ഇടുക്കി. ഇടുക്കി ജില്ലയ്ക്ക് കാപ്പി ഉൽപാദനത്തിൽ കേരളത്തിൽ 2ാം സ്ഥാനമാണ് ഉള്ളത്. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ. കേരളവും തമിഴ്നാടുമായി തർക്കം നിലനിൽക്കുന്ന അണക്കെട്ടാണിത്. ജോൺ പെന്നിക്കുക്കാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ശില്പി. പീരുമേട് താലൂക്കിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. തേക്കടിയുടെ കവാടം എന്ന് വിശേഷിപ്പിക്കുന്നത് കുമളിയാണ്. കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ പഞ്ചായത്താണ് ഇടമലക്കുടി. ഇടുക്കി ജില്ലയിലാണ് ചിന്നക്കനാൽ. കേരളത്തിൽ ചന്ദനമരങ്ങൾ കൂട്ടമായി കാണപ്പെടുന്ന ഏക സ്ഥലമാണ് മറയൂർ. മുനിയറകളുടെ നാട് എന്നറിയപ്പെടുന്നത് മറയൂരാണ്. ആറ്റുകാൽ വെള്ളച്ചാട്ടം ഇടുക്കി ജില്ലയിലാണ്. പൈനാവാണ് ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം. AK ഗോപാലിന്റെ നേതൃത്വത്തിൽ അമരാവതി സത്യാഗ്രഹം നടന്ന സ്ഥലം ഇടുക്കിയിലാണ്. 1961 അമരാവതി സത്യാഗ്രഹം നടന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള ജില്ല ഇടുക്കിയാണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്നത് ദേവികുളം താലൂക്കിലാണ്. ഉടുമ്പൻചോല ഇടുക്കി ജില്ലയിലാണ്. തേയില ഉൽപാദനത്തിൽ ഇടുക്കി ജില്ലയ്ക്ക് കേരളത്തിൽ 1ാം സ്ഥാനമാണുള്ളത്. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് മൂന്നാർ. പൊന്മുടി അണക്കെട്ട് ഇടുക്കി ജില്ലയിലാണ്. എന്നാൽ പൊന്മുടി എന്ന പേരുള്ള സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരമാണ്. എലിഫന്റ് ലേക്ക് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിൽ ഇൻഡോസിസ് പ്രോജക്റ്റ് സ്ഥാപിക്കപ്പെട്ട സ്ഥലമാണ് മാട്ടുപ്പെട്ടി. കുട്ടമ്പുഴ വില്ലേജ് എറണാകുളം ജില്ലയോട് ചേർത്തപ്പോഴാണ് ഏറ്റവും വലിയ ജില്ല എന്ന ബഹുമതി ഇടുക്കി ജില്ലയ്ക്ക് നഷ്ടപ്പെട്ടത്. നിലവിൽ ഇടുക്കി വീണ്ടും കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ്. ഇരവികുളം നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്കാണ് ഇരവികുളം. വരയാടുകളുടെ സംരക്ഷണത്തിനാണ് ഇരവികുളം പ്രസിദ്ധമായിട്ടുള്ളത്. ഇടുക്കി ജില്ലയിലെ മുനിസിപ്പാലിറ്റികളാണ് തൊടുപുഴയും കട്ടപ്പനയും. കേരളത്തിൽ സൂക്ഷ്മശിലായുധങ്ങൾ വീണ്ടെടുക്കപ്പെട്ട സ്ഥലമാണ് മറയൂർ. ഇടുക്കി ജില്ലയിലെ മൂന്നാർ പഞ്ചായത്തിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാമാണ് ചെറുതോണി. കേരളത്തിലെ ആദ്യത്തെ റബ്ബറൈസ്ഡ് റോഡാണ് കോട്ടയം കുമളി റോഡ്. കേരളത്തിലെ കശ്മീർ, ദക്ഷിണേന്ത്യയിലെ കശ്മീർ എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെടുന്ന സ്ഥലമാണ് മൂന്നാർ. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന സ്ഥലമാണ് ചിന്നാർ. ഇതൊരു മഴനിഴൽ പ്രദേശമാണ്. കേരളത്തിലെ ആദ്യത്തെ ഹൈഡൽ ടൂറിസം പദ്ധതി സ്ഥാപിച്ചത് മൂന്നാറിലാണ്. സംസ്ഥാന സർക്കാരിന്റെ കുടിവെള്ള ഫാക്ടറി ഹില്ലി അക്കോ എന്ന പേരിൽ വിപണനം ചെയ്യുന്ന കുടിവെള്ളം അതിന്റെ ഫാക്ടറി സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം തൊടുപുഴയാണ്. കേരളത്തിലെ ആദിവാസികൾക്കിടയിൽ രാജാവ് തലവനായിട്ടുള്ള ഏക വിഭാഗമാണ് മന്നാൻ. മന്നാൻ വിഭാഗക്കാരുടെ രാജാവ് എന്ന് വിളിക്കപ്പെടുന്നത് കോഴിമല രാജ മന്നാൻ ആണ്. തൊമ്മൻകുത്ത്, തേന്മാരിക്കുത്ത് വെള്ളച്ചാട്ടങ്ങൾ ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ കാരവൻ പാർക്ക് നിലവിൽ വന്നത് ഇടുക്കി ജില്ലയിലെ വാഗമണ്ണിലാണ്. പെരിയാർ പീഠഭൂമി, മൂന്നാർ
പീരുമേട് പീഠഭൂമി എന്നിവ ഇടുക്കി ജില്ലയിലെ പീഠഭൂമികളാണ്. കേരളത്തിൽ ആദ്യമായി വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിച്ച വ്യവസായ സംരംഭമാണ് കണ്ണൻ ദേവൻ കമ്പനി. ഇന്ത്യയിലെ ആദ്യത്തെ മാതൃകാ കന്നുകാലി ഗ്രാമമാണ് മാട്ടുപ്പെട്ടി. കേരളത്തിലെ ആദ്യത്തെയും ഇന്ത്യയിലെ രണ്ടാമത്തെയുമായ ടീ മ്യൂസിയം സ്ഥാപിക്കപ്പെട്ടത് മൂന്നാറിലാണ്. ടാറ്റ ടീ മ്യൂസിയം എന്നാണ് അതിൻ്റെ പേര്. ഉപതിരഞ്ഞെടുപ്പ് നടന്ന കേരളത്തിലെ ആദ്യത്തെ അസംബ്ലി നിയോജക മണ്ഡലമാണ് ദേവികുളം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഹൈസ്പീഡ് റൂറൽ ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്ക് ജില്ല ഇടുക്കിയാണ്. 2015 ജില്ല ഈ നേട്ടം കൈവരിച്ചത്. കേരളത്തിൽ നിന്ന് ആദ്യമായി തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വന്യജീവി സങ്കേതം പെരിയാറാണ്. കേരളത്തിലെ ആദ്യത്തെ ബയോമെട്രിക് ATM നിലവിൽ വന്ന സ്ഥലം മൂന്നാറാണ്. എല്ലായിടത്തും ബ്രോഡ്ബാൻഡ് സംവിധാനമുള്ള രാജ്യത്തെ ആദ്യത്തെ പഞ്ചായത്താണ് ഇടമലക്കുടി. ഇന്ത്യയിലെ ആദ്യത്തെ ശർക്കര മ്യൂസിയം സ്ഥാപിക്കപ്പെട്ടത് മറയൂരിലാണ്. കേരളത്തിലെ സോളാർ പവർ സ്റ്റേഷൻ സ്ഥാപിതമായ ആദ്യത്തെ ട്രൈബൽ സെറ്റിൽമെന്റാണ് മറയൂർ. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ വൈദ്യുത നിലയം മൂലമറ്റത്താണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് ഇടുക്കി പദ്ധതിയുടെ വൈദ്യുത നിലയമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചന്ദനമരങ്ങളുള്ള ജില്ല ഇടുക്കിയാണ്. പ്രവാസി മലയാളികൾ ഏറ്റവും കുറവുള്ള ജില്ലയും ഇടുക്കിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പോലീസ് സബ് ഡിവിഷൻ മൂന്നാറാണ്. കേരളത്തിൽ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം ഇരവികുളമാണ്. കേരളത്തിൽ ഏറ്റവും കുറവ് വോട്ടർമാരുള്ള ഗ്രാമപഞ്ചായത്ത് ഇടമലക്കുടിയാണ്. ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ പട്ടണം തൊടുപുഴയാണ്. തേക്കടിയുടെ കവാടം എന്നറിയപ്പെടുന്നത് കുമളിയാണ്. കേരളത്തിൽ വിനോദസഞ്ചാരികളുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്നത് മൂന്നാർ, ഇടുക്കി, തേക്കടി എന്നിവയാണ്. പശ്ചിമഘട്ട മലനിരകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന സസ്യമാണ് നീലക്കുറിഞ്ഞി. മുതിരപ്പുഴയിലാണ് പള്ളിവാസൽ പദ്ധതി സ്ഥാപിച്ചിരിക്കുന്നത്. കേരളത്തിൽ സർക്കാർ ആഭിമുഖ്യത്തിലുള്ള ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ പദ്ധതി. മലങ്കര പദ്ധതി ഇടുക്കി ജില്ലയിൽ തൊടുപുഴയാറിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കണ്ണൻ ദേവൻ മലനിരകളിൽ തേയിലത്തോട്ടം സ്ഥാപിക്കാൻ ബ്രിട്ടീഷുകാരനായ ജോൺ ഡാനിയൽ മൺട്രോയ്ക്ക് 1877 സ്ഥലം പാട്ടത്തിന് കൊടുത്തത് പൂഞ്ഞാറിലെ കേരളവർമ്മ രാജയാണ്. ഇപ്പോൾ കണ്ണൻ ദേവൻ തേയിലത്തോട്ടം ടാറ്റ ടീ കമ്പനിയുടെ ഉടമസ്ഥതയിലാണ്. മുനിയറകൾക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് മറയൂർ. ഇടുക്കി ജില്ലയുടെ വാണിജ്യ ആസ്ഥാനം കട്ടപ്പനയാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ നിർമ്മാണം പൂർത്തിയായ വർഷം 1895. ഇടുക്കി ജില്ലയിൽ ഇൻഡോസിസ് പ്രോജക്ട് സ്ഥാപിക്കപ്പെട്ട സ്ഥലമാണ് മാട്ടുപ്പെട്ടി. ഇടുക്കി അണക്കെട്ടിന്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം കാനഡയാണ്. കേരളത്തിൽ ചന്ദന ഡിസ്റ്റിലറിയുള്ള ഏക സ്ഥലമാണ് മറയൂർ. പുറന്തോടിൽ നക്ഷത്ര ചിഹ്നമുള്ള ആമകളെ കണ്ടുവരുന്ന സ്ഥലമാണ് ചിന്നാർ സാങ്ച്വറി. കേരളത്തിൽ വരയാടുകൾ കാണപ്പെടുന്ന ഏക സ്ഥലമാണ് രാജമല. കേരളത്തിൽ വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ലയാണ് ഇടുക്കി. പ്രോജക്ട് ടൈഗറും പ്രോജക്ട് എലിഫന്റും നടപ്പിലാക്കിയ കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം.